ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം സമനിലയിൽ കലാശിച്ചത് ഭയങ്കര അത്ഭുതമായി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഒരു സമനിലയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ബ്രസീൽ പരാജയപ്പെടുമെന്ന് തന്നെ ആയിരുന്നു. കാരണം സിറ്റുവേഷൻ അതാണ്. എനിക്ക് നല്ല വിഷമമുണ്ട് ആസ് എ ബ്രസീൽ ഫാൻ. ബ്രസീൽ ഒരു ടീമിനോട് പരാജയപ്പെടും, അല്ലെങ്കിൽ ബ്രസീൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഖേദമുണ്ട്. എന്നാലും പക്ഷെ പറയാതിരിക്കുക വയ്യ. നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ബ്രസീൽ ഒരുപാട് സ്ട്രഗിൾ പീരീഡിലൂടെ തന്നെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതാണ് റിയാലിറ്റി. നമ്മൾ എത്ര വലിയ ഡയലോഗ് പറയുമെങ്കിലും, നമ്മൾ എത്ര വലിയ ഹുങ്കത്തരം പറയുമെങ്കിലും, അല്ലെ ഫാൻ ഫൈറ്റിന്റെ ഇടയിൽ പല പരിപാടി 5 സ്റ്റാർ കപ്പ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും റിയാലിറ്റി ഇതാണ്. റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോ വന്ന് പറ്റുമെങ്കിൽ ഒന്ന് തോപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടീമല്ല നമ്മളിപ്പോ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോ അത് തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു ഹോപ്പിന്റെ കാരണവും. കാരണം നമ്മൾ വലിയ സന്നാഹങ്ങളായിട്ട് വന്ന വർഷങ്ങളിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വലിയ സന്നാഹങ്ങളും പരിപാടിയും വലിയ പരിപാടികളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നൈസായിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങ് കയറി പോകുമെന്ന് ഒരു ഹോപ്പ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ മത്സരത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ബ്രസീലിന്റെ ഇതുവരെ കണ്ട മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മൊറോക്കോ നമുക്കറിയാം മികച്ച ടീം തന്നെയാണ്. അവരൊരു വേൾഡ് റാങ്കിൽ 7ാം സ്ഥാനത്തുള്ള ടീമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ്. അപ്പോ ഒരു ആദ്യ മത്സരം തന്നെ ഇത്രയും ഒരു ടൈറ്റ് മത്സരം വരിക എന്ന് പറയുമ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ടൈ പിടിച്ചത് തന്നെ ഭയങ്കര വലിയ കാര്യം എന്നുള്ളത് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ബ്രസീൽ ഇത് എന്തോന്ന് എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിട്ട് ടൈ പിടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു തോൽവിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ടീമിന്റെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോ നമ്മൾ കളി കണ്ടതാണ്. നമ്മളിപ്പോ ഓരോ പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ, അതേപോലെ റാഫീനിയോ, നമുക്കറിയാം. അവരെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അവര് രണ്ടുപേരും കൂടി, ഒരാള് റയൽ മാഡ്രിഡില് തകർത്താടുന്ന, ഒരാള് ബാഴ്സലോണയിൽ തകർത്താടുന്നു. രണ്ടുപേരും 2 വിങ്ങിലാണ് കളിക്കുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ അവരുടെ ക്ലബ്ബുകളിൽ അവർ കൊടുക്കുന്നത് പോലെ ബ്രസീലിന്റെ നാഷണൽ ടീമിന് വേണ്ടിയിട്ടും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്താൽ ആർക്ക് പിടിച്ചു കെട്ടാൻ പറ്റും ബ്രസീലിനെ? ഇനിയിപ്പോ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് ബോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് നെയ്മർ കൂടി സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കൂഞ്ഞയോ എൻട്രിക്കോ അല്ലെങ്കിൽ ഇഗോർ തിയാഗോയോ ആരെങ്കിലും ആയിക്കോട്ടെ, 3 പേരും അത്ര മോശക്കാരല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അവര് കൂടി ഉണ്ടെങ്കിലോ. പിന്നെ കസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഫോം ഇവിടെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബ്രൂണോ ഗുമേറസ് പിന്നെ ഏത് കളിയിലും മികച്ച ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രൂണോ ഗുമേറസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ന്യൂ കാസിലെ ആ ഒരു ക്യാപ്റ്റൻ പദവിയുടെ ആ ഒരു സംഭവം ബ്രസീലിന്റെ ടീമിന് വേണ്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ബാക്ക് ലൈനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. സത്യം പറയാലോ, എന്റെ പേടി മുഴുവൻ, എന്റെ കോൺഫിഡൻസ് തകരുന്നത് മുഴുവൻ ഈ ബാക്ക് ലൈൻ കാണുമ്പോഴാണ്. അതേ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇന്നലെ മിഡില് ഫാബീനോ ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഫാബീനോയ്ക്ക് ഒന്നും വയ്യാൻ തോന്നുന്നു, പ്രായമായി. നമ്മൾ പെർഫോമൻസ് വൈസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിനി ഇന്നലെ ഗോൾ അടിച്ചു, ശരിയാണ്, ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻഡിവിജ്വൽ സ്കില്ലിൽ നിന്ന് തന്നെ വന്ന ഒരു ഗോളായിരുന്നു. പക്ഷെ വിനി ഭയങ്കര ലേസി ആയിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. പല സ്ഥലങ്ങളിലും പുള്ളി ഒരു എഫേർട്ട് ഇടാത്തത് പോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പ്രഷർ ഒന്നുമില്ല, ഞാൻ കൂളായിട്ടാണ് കളിക്കുന്നത് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബോള് പലപ്പോഴും മൊറോക്കോയുടെ കയ്യിൽ നിന്ന് വരുന്ന ബോളുകൾ, അത് നമുക്ക് ഒരു ബോണസ് പോലെ എടുക്കാൻ കഴിയുന്ന ബോളുകളൊക്കെ അതിന് വേണ്ടിയിട്ടൊന്നും ഒരു എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്യുന്നില്ല ആ ബോളിന് വേണ്ടിയിട്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പുള്ളി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. പുള്ളി എടുത്തുനിന്ന് ബോളൊക്കെ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. നേരെ റഫീനയിലേക്ക് പോയാലും റഫീനയും ഇന്നലെ റഫീനയോട് സാധാരണ ഒരു പെർഫോമൻസ് സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു താരം ഇഗോർ തിയാഗോ ആണ്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഇഗോർ തിയാഗോ ടീം 11ൽ വന്നു. ഇഗോർ തിയാഗോ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ കൂഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇഗോർ തിയാഗോ ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്റെ പഴയ ഒരു വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ജാവോ പെഡ്രോ അല്ലെങ്കിൽ മാത്യൂസ് കുഞ്ഞിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ സ്ട്രൈക്കർ, ഒരു നമ്പർ 9 എന്ന് പറയാൻ നമുക്ക് ഇഗോർ തിയാഗോ ആണ് ബെറ്റർ. അത് വേറൊന്നും കൊണ്ടല്ല, ആളുടെ കഴിഞ്ഞ ക്ലബ് സീസൺ പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രീമിയർ ലീഗിൽ അർലിംഗ് ഹാലൻഡിന് തൊട്ട് താഴെ 2ാം സ്ഥാനത്ത് ഗോൾ റേസിൽ ആളുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുടെ കൃത്യമായ പൊസിഷനിങ്ങും കൃത്യമായ ഓൺ ടാർഗറ്റ് ഷൂട്ടുകളും ആള് ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു നമ്പർ 9 പൊസിഷനിൽ ഇഗോർ തിയാഗോ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം എന്നറിയില്ല, എന്താ പുള്ളിക്ക് പറ്റിയതെന്നറിയില്ല. ഇനിയിപ്പോ ബ്രസീൽ എന്ന ആ ഒരു ടീമിന്റെ ജേഴ്സിയുടെ വെയിറ്റ് ആണോ കാരണം എന്ന് നമുക്കറിയില്ല. ആളിന്നലെ ഒരു രീതിയിലും
ഒരു നല്ല പെർഫോമൻസ് നടത്തിയില്ല എന്നുള്ളതാണ്. ആ കളിയുടെ തുടക്ക സമയത്ത് തന്നെ വിനീഷ്യസിന്റെ ഒരു ക്രോസ് ആൾക്ക് ഹെഡ് ചെയ്യാമായിരുന്നു. ആളവിടെ ഓഫ് ബാലൻസ് ആയതാണോ, ടൈമിംഗ് കിട്ടാഞ്ഞതാണോ, ആൾക്കത് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സോ ഒരു ബ്രസീൽ നമ്പർ 9 ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇടിച്ചകത്ത് കണ്ടത് തന്നെയാണ്. പക്ഷെ പുള്ളിയെ കൊണ്ട് അത് കഴിഞ്ഞില്ല. കസിമിറോ, പിന്നെ കസിമിറോയുടേതായിട്ടുള്ള പെർഫോമൻസ്, അതായത് കസിമിറോയുടെ കറണ്ട് ഫോം എന്തായാലും ബ്രസീലിന് വേണ്ടിയിട്ട് മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ പുറത്തെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. പിന്നെ ബ്രൂണോ ഗൊമേറസ് വൃത്തിയായിട്ട് കളിച്ചു, ആള് ഡീസന്റ് ആയിരുന്നു, ആള് എല്ലാ കളിയും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പ്ലെയർ ആണ് ലൂക്കസ് പാക്കിറ്റോ. എനിക്ക് തോന്നുന്നു ഇന്ന് ആ ഒരു സാമ്പ ജിങ്ക ഒക്കെ കളിക്കാൻ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് ലൂക്കസ് പാക്കിറ്റോ. പക്ഷെ പാക്കിറ്റോ ഇന്നലെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പാക്കിറ്റോ നന്നായി ബ്രസീലിന് വേണ്ടി പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വിത്ത് നെയ്മർ ആയിരിക്കണം. ഇത് ഇന്നലെ വിത്തൗട്ട് നെയ്മർ ആയിരുന്നു. വിത്തൗട്ട് നെയ്മർ കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ ആയി ഇപ്പൊ ബ്രസീല്. അപ്പോ വിത്തൗട്ട് നെയ്മർ എന്താണ് ബ്രസീൽ എന്നുള്ള ഒരു രൂപരേഖ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് ഇന്നലെയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ലൂക്കസ് പാക്കിറ്റോ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലെയർ ഒന്നുമല്ല, ഒരു ഹൈ പ്രൊഫൈൽഡ് പ്ലെയർ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാൻ സിറ്റി ഒക്കെ പുള്ളിനെ നോക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ പറയുന്ന ലൂക്കസ് പാക്കിറ്റോ. നമ്മൾ ഈ ബ്രൂണോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ ബെർണാഡോ സിൽവ എന്നൊക്കെ പറയുന്നത് പോലെ അവരുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്ന അത്ര തന്നെ ടാലന്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ലൂക്കസ് പാക്കിറ്റോ എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരു നമ്പർ 10 റോളിലാണ് ആൾ കളിച്ചതെങ്കിലും ആ ഒരു നമ്പർ 10 റോള് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആള് ബോൾ റിസീവ് ചെയ്ത് ഫീഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളും ലൂക്കസ് പാക്കിറ്റോയുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം സോ ആ പൊസിഷനിലേക്ക് നെയ്മർ തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു ബ്രസീൽ ഫാൻ എന്ന നിലയിൽ ഞാനിരിക്കുന്നത്. ഞാൻ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ വർഷവും നമ്മൾ വരുന്നത്, എല്ലാ സീസണിലും, അതായത് എല്ലാ ഫിഫ വേൾഡ് കപ്പിലും നമ്മൾ വലിയ സന്നാഹങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. വലിയ സന്നാഹങ്ങളോ പടയൊരുക്കങ്ങളോ പരിപാടികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. വലിയ വർത്താനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സൈഡിലൂടെ പതിയെ അങ്ങ് പോകുമെന്നുണ്ട്. അപ്പൊ ഒരു സ്വപ്നലോകത്താണ്. ആരും അറിയാതെ, മിണ്ടാതെ, ഉരിയാടാതെ ഒരു വലിയ കംബാക്ക് ബ്രസീൽ നടത്തും. നെയ്മറുടെ ഒരുപക്ഷെ നെയ്മറുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം ഇത്. അപ്പോ നെയ്മർ മാക്സിമം ഈ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തന്നെ നെയ്മറുടെ കൂടെ എല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ നെയ്മർ എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലേയേഴ്സിന്റെ ഒക്കെ മെന്റാലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്. സോ അവരൊക്കെ ഒന്നുകൂടി ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നെയ്മർ എന്ന് പറയുമ്പോൾ അവരുടെ ഒക്കെ ഒരു ഇഡോളാണല്ലോ. അപ്പോ നെയ്മർ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി വിനീഷ്യസ് ആൻഡ് റഫീനോ, ഇവരുടെ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ആയാൽ തീരാവുന്ന ടീമുകളെ ഇവിടെ കളിക്കുന്നുള്ളൂ. അവർക്ക് മുന്നിൽ വീഴാവുന്ന ടീമുകളെ ഇവിടെ ഉള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക എന്നുള്ളതാണ്, അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാർലോ ആഞ്ചലോട്ടി എന്ന ഡോൺ ചെയ്യേണ്ട പണി ഇവിടെ. ആളെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതായത് ഒരു ബ്രസീലിയൻ സ്റ്റൈലിൽ നിന്ന് ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് പോവുകയാണോ ടീം, അതോ അത് രണ്ടും കൂടി ഇങ്ങനെ ക്ലാഷ് ആയിട്ട് നിൽക്കുകയാണോ, മൊത്തത്തിലൊന്നും അങ്ങോട്ട് അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇനി 2 മത്സരങ്ങൾ കൂടി ഉണ്ട് ലീഗ്. അപ്പോൾ നെയ്മർ തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ടീമിന്റെ മെന്റാലിറ്റിയിൽ ടോട്ടലി ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുമ്പോട്ട് ബ്രസീൽ എല്ലാവർക്കും ഒരു തലവേദനയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.